ഉണ്ട്. ഹായ്, എന്തായാലും നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം കാണുന്നതല്ലേ എന്നെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലൈവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈവ് നിങ്ങൾ കാണാറുണ്ട്. മുറുക്കിനെ പിടിക്കുന്ന, ചേരയെ പിടിക്കുന്ന, അള്ളിയെ പിടിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു വ്യത്യസ്തനായ ഒരു അതിഥിയൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോട്ടമൺപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ എൻ്റെ ജീവിതത്തിൽ എന്നെ വാവാ സുരേഷ് ആക്കിയ ഒരു ജില്ലയാണ്, വാവാ സുരേഷ് ആക്കിയ സ്ഥലമാണ്. ഇവിടെ നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എന്നെ 2 പേരാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാർ കൂടാതെ ശ്രീമാൻ അന്ന് വാർഡ് മെമ്പറായിരുന്ന ശ്രീമാൻ പ്രമോദ് അവറുകളും ജേക്കബ് വളയംപള്ളി അവറുകളും നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാർ വിളിക്കുന്നതോടൊപ്പം തന്നെ ഇവരായിരുന്നു എനിക്ക് അതിനുള്ള നല്ല സപ്പോർട്ട്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ അതിഥിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന കുഞ്ഞ് രാജവെമ്പലം എന്നുള്ള അവർ പറഞ്ഞത് കാണാം. എൻ്റെ ജീവിതത്തിൽ 103ാമത്തെ രാജവെമ്പലം നമുക്കൊന്ന് പരിചയപ്പെടാം, നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തും. ആളുകൾ മാറണം. എടുക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ചേട്ടാ ഒന്നും എടുക്കാനൊന്നും നിൽക്കില്ല. എടുക്കാനൊന്നും നിൽക്കില്ല. ആളുകളൊന്നും മാറിക്കോ. കാണാതെ ഇടവില്ലൂടെ കിടന്ന് ചാടാൻ. എൻ്റെ പേര് പോക്കറ്റ് ഞാൻ എടുത്തുതരാം. കാണോ നിങ്ങൾ മാറിയല്ലോ ഭയങ്കര വലിപ്പമാണ്. വീഡിയോ അല്ല, ഫോട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, ഇത് നോക്കിയാൽ ലൈവ് പോയല്ലേ? ഇപ്പം കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പോണേ പോട്ടുണ്ട്, പക്ഷെ ഇത് കൊടുത്തോ പൊക്കോണ്ടിരിക്കല്ലേ, ബാക്ക് കൊടുത്താൽ രീതിയിൽ സാധാരണ വന്നോണ്ടിരിക്കാം. നമ്മളെ എന്തായാലും ചെറിയ രാജ്യങ്ങൾ അത്ര വരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ പിടിക്കുന്ന ഫോറസ്റ്റിൻ്റെ സാറന്മാർ ഞങ്ങളൊക്കെ ചെന്ന് പിടിക്കുന്ന ഇത്രയും സൈസുള്ള ഒരു രാജവെമ്പലം ആദ്യമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് പ്രമോദൻ്റെ അടുത്താണോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട്. അതെ, ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. രാജവെമ്പല കേസിൽ നിൽക്കാം, തിരിച്ചു വിളിക്കാം. വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ സഹകരിച്ച് മാത്രമേ. റെഡിയല്ലേ? അവരെ എടുത്തു, അവരെ കറക്കി ബാക്കിയും വരാം. ഞാൻ എടുക്കാൻ പോകണേ. കൊണ്ടുപോ ഇല്ല, കഥ അവിടെ മാറിക്കോ.
ആൾക്കാർ മാറ വേണം വേണം ഏറ്റവും വലുതാണ് എടുത്ത് വയ്ക്കാൻ പോവാ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ഇവരെ ഒന്ന് അങ്ങോട്ട് നീക്കിയാൽ മതി. കൈ നിൽക്കുകയല്ലേ അല്ലേ കൈ നിൽക്കില്ല എന്താ പറ എന്താ വേണ്ടേ മാറി മാറി എല്ലാരും മാറി എല്ലാരും മാറി കിട്ടാന് കൂടെ ഉള്ളേ ഓ വേണം എൻ്റെ ഫോണിൽ വീഡിയോ എടുത്താൻ വേണം എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണം വീഡിയോ ആയിക്കോ വീഡിയോ ഇവിടെ എടുത്തോ മാറില്ല മാറിയില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടെന്നാൽ അല്ല അല്ല അതിന്റെ മുകളിൽ ലൈക്കുകൾ പ്രവാഹം ഇതെല്ലാം തെമ്മല് നിർത്താൻ കണക്കാണ് കയ്യിൽ ഇതുവരെ ഒതുക്കിയിട്ടില്ലേ ഞാൻ പോട്ടെ അങ്ങോട്ട് ഞാൻ പോകണേ ചേട്ടാ ആ കമ്പി ക്രോസ് ഉണ്ട് കേട്ടോ സുരേഷ് കമ്പി ക്രോസ് ആവാ പൊറോട്ടയ്ക്കണേ എവിടേക്ക് ഇറച്ചി പൊറോട്ടയ്ക്കണേ
കിട്ടാനെ ഇവിടെ കുറച്ച് പുറകോട്ട് ഇരിക്കണേ. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ കുറച്ച് പുറകോട്ടില്ല, എല്ലാവരും എടുക്കാം. എന്റെ അവിടെ ചെന്നിട്ട് മനുവിന്റെ ചോദിക്കും. ബാഗ് കൊണ്ട് അടുത്ത് വരല്ലേ? റെഡിയാ നാത്തോ ഫോട്ടോ എടുത്ത് കറക്കി എല്ലാരും എടുത്തിട്ടുണ്ട്. ചാക്ക് എടുത്ത് കൊടുക്ക. ചാക്ക് ഒരു അരിച്ചാക്ക്. ചണച്ചാക്ക് ചണച്ചാക്ക് എടുത്തിട്ട് ചണച്ചാക്ക് എടുത്തു. അത് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. കിട്ടിയ കഴിഞ്ഞാൽ കിട്ടിയതല്ലേ. ഒരു അരിച്ചാക്കോണേ. കുറച്ച് ബാക്കിലോട്ടില്ല. ചേട്ടാ ചാക്ക് കിട്ടിയോ? കട്ടിയിലോട്ടി പിടിയില്ലല്ലേ. ഒരു ചാക്കെടുക്കാൻ പറയട്ടെ. വണ്ടി കിടക്കുന്ന സാധനം. അപ്പുറത്ത് എടുക്കും. ആ സൈഡ് ഫ്രണ്ട് സൈഡിൽ അപ്പുറത്തോട്ട് പോട്ടോ.
അങ്ങോട്ട് പോട്ടാ, അപ്പുറത്ത് പോട്ടെ, അപ്പുറത്ത്. അതല്ല അതല്ല ചെറിയ ചെറിയ ഒന്നും വേണ്ട ഒന്നും വേണ്ട പരമായിട്ട് എവിടെ ഇരുന്നു കാണാ എല്ലാവരും നല്ല അടിപൊളി എല്ലാവരും കിട്ടിയുണ്ട്. ബാക്കിലോട്ട് സാറേ, കുറച്ച് ബാക്കിലോട്ട് ഇന്നലെ എടുക്കാൻ പറ്റുള്ളൂ. കിട്ടിയോ? അയ്യോ ഞാൻ ഇരിക്കില്ല. അതെല്ലാം പറഞ്ഞല്ലേ ഇടയ്ക്ക് എന്തെങ്കിലും കറക്കിയെടുത്താം കറക്കിയെടുത്ത് എന്തായാലും വളരെ സന്തോഷം. കാരണം ഞാൻ ഇന്നലെ കണക്ഷൻ വീക്ക് പെട്ടെന്ന് പറയുന്നു. ഇന്നലെ എനിക്ക് ചിറ്റാറിന്നൊരു കോൾ ഉണ്ടായിരുന്നു, ഒരു വീട്ടിന്റെ പാറക്കെട്ടിനകത്ത് പാമ്പിരിക്കുന്നു എന്ന്. അപ്പോൾ ഇന്നലെ അവർ വരാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കടമലയ്ക്ക് അടുത്തൊരു ക്ലബിന്റെ പരിപാടി പങ്കെടുക്കേണ്ടതുള്ളായിരുന്നു രാവിലെ 10 മണിക്ക്. അങ്ങനെ പരിപാടിക്ക് വരാനായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ച് ആയൂർ എത്താറായപ്പോൾ ശ്രീമാൻ പ്രമോദ് അവர்கள் എൻ്റെ പ്രിയ സുഹൃത്താണ്. ഇദ്ദേഹം ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, ഇപ്പോഴും മെമ്പറാണ്. എന്തായാലും ഇദ്ദേഹം അതിനെ വിളിച്ചുകൊണ്ടതിന് ഞാൻ ഫോറസ്റ്റ് സാറുമായിട്ട് ബന്ധപ്പെട്ടു. ഉടനെ പെട്ടെന്ന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. സാധാരണ 4 മണിക്കൂർ ഇവിടെ എത്താനായിട്ട് ഇവിടെ എന്തായാലും 2.5 മണിക്കൂർ എത്താൻ കഴിഞ്ഞു. അത് മാത്രമല്ല ഒരു പ്രത്യേകത, ഞങ്ങൾ ഇവിടെ ആങ്ങാമൂഴി ആയിരുന്നാലും ചിറ്റാറായിരുന്നാലും സീതത്തോടായിരുന്നാലും അതുപോലെ തന്നെ റാന്നിയുടെ കീഴിലായിരുന്നാലും എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും വലിയ രാജവെമ്പാലയെ പിടിക്കുന്നത് കഴിഞ്ഞ വർഷം തെന്മല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു. ഏകദേശം 19 അടിയോളം നീളമുള്ള, ഏകദേശം എനിക്ക് പൊക്കാൻ കഴിയാത്ത അത്രയും ഭാരം ഉണ്ടായിരുന്നു. എന്നാൽ അതിനോടൊപ്പം അതേ സെയിം പ്രായവും അതേ സെയിം പാമ്പ്, ആ സെയിം പ്രായമുള്ള അതേ സെയിം പാമ്പ് തന്നെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഏകദേശം 18 അടിക്ക് മേളിൽ നീളം വരണം. അതുമാത്രമല്ല ഏകദേശം ഇദ്ദേഹത്തിന്റെ വളർച്ച പൂർണ്ണമായിട്ടുണ്ട്. ഏകദേശം 14 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു ആൺ, കണ്ടാലൊരു ഫീമെയിൽ അഥവാ പെൺ രാജവെമ്പാലയായിട്ട് തോന്നുമെങ്കിൽ ഇദ്ദേഹം പെണ്ണല്ല, ആണാണ്. അത് മാത്രമല്ല ഇനി അങ്ങോട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ രാജവെമ്പാലയുടെ മാറ്റിംഗ് സമയമാണ്. അത് മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്തെങ്ങാനും കാട്ടിൽ തീ ഉണ്ടായിരുന്നിരിക്കുക. തീ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ എപ്പോഴും നമ്മളിവിടെ പാമ്പിനെ പിടിക്കാൻ വരുമ്പോൾ അടുത്ത് തീയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വരുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് രാജവെമ്പാലയെ പിടിക്കുന്നത് ഇതുവരെ ഒരു ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ, സേത്തോട്, ചിറ്റാറ്, ആങ്ങാമൂടി മേഖലയിൽ നിന്ന് തന്നെ എനിക്ക് 103ാമത്തെ രാജവെമ്പാല എത്തിക്കാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഞങ്ങൾ മറ്റ് ഒരു മൂർഖൻ പാമ്പിനെ പിടിച്ചിരുന്ന ഒരു ലൈവ് ഞങ്ങൾ ഇട്ടിരുന്നു. ആ ലൈവ് നിങ്ങൾ കണ്ടത് 1 കോടിയിലേറെ പേരാണ് നമ്മുടെ ആ പ്രോഗ്രാം ലൈവായി കണ്ടത്. ഇത് അതിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തിരിക്കുന്ന ആൾക്കാർ കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ അതിഥിയെ കാട്ടിലേക്ക് വിടാനായി യാത്രയാവുന്നു. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളോട് ഞങ്ങൾ വിട പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം.
ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനലിൽ 10 ലക്ഷം പേരാണ്.